ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു വീഡിയോ നമ്മുടെ 3 പാർട്ടായി ചെയ്തു വന്നിരിക്കുന്ന ആ ഒരു വീഡിയോയുടെ 4ാമത്തെ പാർട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിൽ നിന്ന് അളവെടുത്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് മനസ്സിലാക്കിയെടുക്കുക, ബ്ലൗസിൽ നിന്ന് കിട്ടിയ അളവിൽ നിന്ന് എങ്ങനെയാണ് ആളുടെ ബോഡി അളവ് മനസ്സിലാക്കിയെടുക്കുക എന്നും ആ ഒരു ബോഡി അളവ് വെച്ച് നമ്മുടെ ഷോൾഡറും അതുപോലെ തന്നെ ബ്ലൗസിൻ്റെ നെക്കിൻ്റെ വൈഡ്, അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ച് വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ആം ഹോളിൻ്റെ റൗണ്ട് അളവ്, ഇതൊക്കെ എങ്ങനെയാണ് നമുക്ക് ആളുടെ ചെസ്റ്റ് അളവ് ബോഡി അളവ് അനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായി 3 പാർട്ടായിട്ടുള്ള വീഡിയോകളിൽ നമ്മൾ കാണിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാർട്ടിനനുസരിച്ച് നമ്മളിവിടെ ഈ ഒരു പീസ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ബ്ലൗസിൻ്റെ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതൊക്കെ, ഈ ഒരു മാർക്കിംഗ് ഒക്കെ വരുന്നതൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നത് ബാൻഡിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കവും മാർക്ക് ചെയ്യുന്ന ഒരു കണക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇവിടെ കണ്ടോ, ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊരു 4 ഇഞ്ച് തയ്യൽ തുമ്പ്, നമ്മുടെ ഫ്രണ്ട് പാർട്ട് തീരെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പൊക്കെ മാർക്ക് ചെയ്തിട്ട് തന്നെയാണ് കറക്റ്റ് നമ്മൾ ഇതിന് ആം ഹോളൊക്കെ വരച്ചെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലൗസിന് ഇവിടെ കണ്ടോ, നമ്മുടെ ബാക്ക് പാർട്ടിനേക്കാൾ 1.5 ഇഞ്ച് ഇറക്കവും നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഇതുപോലെ വരച്ച് വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2.5 ഇഞ്ചാണ് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ അളവ് വരുന്നത്, വിടുത്ത് വരുന്നത് 2.5 ഇഞ്ചാണ് ടോട്ടൽ അളവ് വരുന്നത്. ഇനി നമുക്ക് വീഡിയോയിൽ ഇവിടെ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ നമ്മൾ സാധാരണ നമ്മൾ ബ്ലൗസ് കട്ടിങ് നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് മാറ്റുന്നതിന് മുന്നേ നമ്മുടെ ഫ്രണ്ട് പാർട്ട് നമ്മുടെ ബാൻഡിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാറുണ്ട്. അപ്പോൾ ആ ഒരു അളവാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത് നമുക്ക് 10.5 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിവിടെ 10.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം 10.5 ഇഞ്ച്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ഒരു 3 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. കണ്ടോ, ഒരു 3.25 ഇഞ്ചാണ് നമ്മളിവിടെ മെയിൻ ടെക്കിൻ്റെ നീളം കൊടുക്കുന്നത്. അതായത് നമ്മുടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിൽ നിന്നും കണ്ടോ 10.5 ഇഞ്ച്, അതിനുശേഷം നമ്മളൊരു 3 ഇഞ്ച് 3.25 ഇഞ്ചൊക്കെ നമുക്കിവിടെ ബാൻഡിന് വേണ്ടി മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം കിട്ടുന്ന അളവ് എത്രയാണോ നമുക്കിവിടെ 4 ഇഞ്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു 4 ഇഞ്ചിന് സെൻട്രൽ ഭാഗത്ത് വരുമ്പോൾ നമ്മളിവിടെ 2 സൈഡിലും 4.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. മെയിൻ ടെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് അതിനുശേഷം മെയിൻ ടെക്കിൻ്റെ നീളം മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു 3.25 ഇഞ്ചാണ് നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യാറ്. ഇത് നമ്മൾ ബ്ലൗസിൽ നിന്ന് എടുത്തിട്ടുള്ള അളവനുസരിച്ചിട്ടാണ് നമ്മളിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തത്. എന്നാൽ നമുക്കിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് മെയിൻ ടെക്കിൻ്റെ അളവ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് 35 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു 35 ഇഞ്ചിൽ നിന്ന് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം എത്രയാണ് കിട്ടേണ്ടതെന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ എല്ലാവർക്കും ഈ ഒരു കണക്ക് ഉപയോഗിച്ച് മാർക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് 35 ഇഞ്ച് ചെസ്റ്റ് വണ്ണമുള്ള എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ല മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരിക. അല്പം പ്രായം കൂടുതലുള്ള ആൾക്കും അതുപോലെ തന്നെ നമുക്ക് ബ്രസ്റ്റ് നല്ലവണ്ണം ഇറക്കമുള്ള ആൾക്കും ഈ ഒരു ടെക്കിൻ്റെ കണക്കിൽ അല്പം വ്യത്യാസം വരും. എന്നാൽ നമ്മൾ ഇതിൻ്റെ കണക്ക് കറക്റ്റായി നമ്മളൊന്ന് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് 35 ഇഞ്ച്, അതിൻ്റെ 4/1 ഭാഗം നമുക്ക് കിട്ടുക 8.25 ഇഞ്ചാണ്. അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4/1 ഭാഗം നമുക്ക് 8.25 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഞ്ച്? അപ്പോൾ നമുക്ക് 9.25 ഇഞ്ചാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഈ ഒരു 9.25 ഇഞ്ച് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിന് വേണ്ടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതായത് മുകളിൽ നിന്ന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമുക്കിവിടെ 9.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് മുകളിലേക്ക് ഒരിക്കലും ടെക്കിൻ്റെ ഉയരം നമുക്ക് വരില്ല, ഇതിന് താഴോട്ടേക്ക് മാത്രമേ വരുള്ളൂ. ഇത് നമുക്ക് നോർമലായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു അളവാണിത്. അതായത് നമുക്കിവിടെ കണ്ടോ, ഈ ഒരു ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് ഇവിടെ കണ്ടോ, നമുക്ക് 10.5 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് അല്പം പ്രായമായ ആളുടെ ബ്ലൗസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കണക്കിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ഒരു 1/2 ഇഞ്ചൊക്കെ താഴ്ത്തി വീണ്ടും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി വരുമെന്ന്. ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ നമ്മുടെ ബാൻഡിൻ്റെ വിഡ്ത്ത്, ബാൻഡ് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ 35, നമ്മുടെ ചെസ്റ്റ് അളവ് ഹരിക്കണം 4, നമുക്ക് എത്ര ഇഞ്ചാണ് വരുന്നത്? 8.25 ഇഞ്ച്. നമ്മൾ നേരത്തെ ഹരിച്ചതുപോലെ തന്നെ 8.25 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും? 12.25 ഇഞ്ച് കിട്ടും അല്ലേ? വേണ്ടോ, ഇതുപോലെ 12.25 ഇഞ്ച് കിട്ടും. അപ്പോൾ നമ്മളിവിടെ 35-ൻ്റെ
നാലിലൊരു ഭാഗം നമുക്ക് 8.25 ഇഞ്ച് കിട്ടി. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടുക. അപ്പോൾ നമുക്ക് 12.25 ഇഞ്ച്. ഈ ഒരു 12.25 ഇഞ്ച് നമ്മൾ ഇവിടെ മുകളിൽ നിന്ന് 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ 12.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതായത് നമുക്ക് ഇവിടെ നിന്ന് പിന്നെ അതിനുശേഷം നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് നമുക്കിവിടെ എത്രയാണോ വന്നിരിക്കുന്നത് കണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മുടെ ബാൻഡിൻ്റെ അളവിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ നമുക്ക് അല്പം ഇവിടെ കണ്ടോ, ഇവിടെ ലെങ്ത്ത് കൂടുതൽ വരുമ്പോൾ ഇവിടെ നമുക്ക് ബാൻഡിൻ്റെ ഈ ഒരു ഭാഗത്ത് അല്പം വീതി കൂടി വരും, ബാൻഡിൻ്റെ വിഡ്ത്ത് കൂടി വരും കേട്ടോ. അതായത് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് അവിടെ നമുക്ക് മാറ്റം വരുന്നത്. ഇപ്പോൾ നമ്മളിവിടെ 9.25 ഇഞ്ച്, നമ്മുടെ ഇവിടെ ഈ ഒരു ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ 9.25 ഇഞ്ച് മാർക്ക് ചെയ്തത്. എന്നാൽ നമുക്ക് ഈ ഒരു ബ്ലൗസിൽ നമുക്ക് വന്നിട്ടുള്ള അളവ് വരുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് വരുന്നത്. ആ ഒരു അളവ് നമ്മൾ എടുത്തത് എങ്ങനെയാണ്, നമ്മുടെ ബ്ലൗസിൽ നിന്നാണ് നമ്മൾ അളവ് എടുത്തിരുന്നത്. ആ ഒരു ബ്ലൗസിലുള്ള കപ്പിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിനനുസരിച്ചാണ് നമ്മളത് മാർക്ക് ചെയ്ത് വന്നത്. അപ്പോൾ നമുക്ക് അതൊരു മാർക്ക് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, ഇപ്പോൾ ബ്ലൗസിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഇവിടെ ഈ ഒരു മെയിൻ ടെക്കിൻ്റെ പോയിന്റ് തയ്ച്ചിരിക്കുന്ന ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ കറക്റ്റായിട്ട് അളവെടുക്കേണ്ടത്. നമുക്ക് ആ ഒരു അളവ് കറക്റ്റായിട്ട് നമ്മുടെ അളവിന് ബ്ലൗസ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ ബ്ലൗസിൽ ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു അളവ് തീരെ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ, നിങ്ങൾക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കണക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്, അതായത് നമ്മളിപ്പോൾ ഒരു 35 ഇഞ്ച് ചെസ്റ്റ് അളവുള്ള എല്ലാവർക്കും നമുക്ക് 9.25 ഇഞ്ച് ആയിരിക്കില്ല മെയിൻ ടെക്കിൻ്റെ ഇറക്കം വരുന്നത്. അതായത് ആളുടെ ബെസ്റ്റ് ഇറക്കത്തിൻ്റെ അളവിനനുസരിച്ച്, ഇറക്കത്തിൻ്റെ ആ ഒരു അനുസരിച്ച് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു കണക്കാണിത്. ഇവിടെ 9.25 ഇഞ്ച്, അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ 4 ഭാഗത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ടുള്ള ആ ഒരു കണക്ക്. അതിനുശേഷം നമുക്ക് 3-3.25 ഇഞ്ചൊക്കെ പരമാവധി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ കൂടുതൽ നമ്മൾ മെയിൻ ടെക്കിൻ്റെ നീളം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കപ്പ് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. ബാൻഡിൻ്റെ വീതി നമ്മുടെ അണ്ടർ ബ്രസ്റ്റിന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് ബാൻഡ് നമുക്ക് കിട്ടിയാൽ മതി. അങ്ങനെ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ, അതായത് നമ്മുടെ ബാൻഡിൻ്റെ അളവ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ നീളത്തിൽ നിന്ന്, മെയിൻ ടെക്കിൻ്റെ ഇറക്കത്തിൽ നിന്ന് ഒരു 3-3.25 ഇഞ്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി നമുക്ക് ഇതുപോലെ ബാൻഡ് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കണക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ചെസ്റ്റ് അളവിനനുസരിച്ച് ബ്ലൗസിൻ്റെ മെയിൻ ടെക്കിൻ്റെ ഇറക്കവും അതുപോലെ തന്നെ ബാൻഡിൻ്റെ വിഡ്ത്തും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ, ഇനി അടുത്ത വീഡിയോ നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കൂടി നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.